നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടികയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രീതി അറസ്റ്റിൽ. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ വലപ്പാട് പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ദേശീയപാത അളവെടുപ്പ് തുടരുന്നു. പ്രതിഷേധിച്ച 6 പേർ അറസ്റ്റിൽ. എടത്തിരുത്തി പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ 15ാം വാർഷികാഘോഷം നടത്തി. വാർത്തകൾ വിശദമായി. നാട്ടിക മൂത്തക്കുന്നം ബീച്ചിൽ 70ൽ പരം പേരിൽ നിന്നായി 9 കോടിയോളം രൂപ തട്ടിച്ചു മുങ്ങിയ കേസിൽ യുവതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മൂത്തക്കുന്നം ബീച്ച് ഏറാട്ട് ജയന്റെ ഭാര്യ പ്രീതിയെയാണ് വലപ്പാട് CI KT സലിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 5000 രൂപ മുതൽ 98 ലക്ഷം രൂപ വരെ നൽകിയവരാണ് പരാതി നൽകിയത്. വ്യാഴാഴ്ച രാവിലെ 11:30യോടെയാണ് അഴീക്കോടുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വലപ്പാട് പോലീസ് പ്രീതിയെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് പ്രീതി നാട്ടിക ബീച്ചിൽ നിന്നും മുങ്ങിയത്. തുടർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മാനസിക രോഗത്തിന് ചികിത്സ തേടി. തുടർന്ന് ബുധനാഴ്ച ഇവർ അഴീക്കോടുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറി. യുവതിക്ക് പോലീസ് കാവലും ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്നാണ് അറസ്റ്റ് നടത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രീതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പകൽ 3:15ഓടെയായിരുന്നു തെളിവെടുപ്പ്. പ്രീതിയെ വീട്ടിലെത്തിക്കുന്നതറിഞ്ഞ് പണം നഷ്ടപ്പെട്ടവരും ബന്ധുക്കളും നാട്ടുകാരും അടക്കം 500ഓളം പേരാണ് എത്തിച്ചേർന്നത്. വീട് പരിശോധിച്ച് പോലീസ് കുറി നടത്തുന്നതിന് ഉപയോഗിച്ചതും ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയത് എഴുതി വച്ചതടക്കമുള്ള നിരവധി രേഖകൾ പിടിച്ചെടുത്തു. വീടിനുള്ളിലെ അലമാരയിലും കാർപ്പറ്റിനടിയിലും ഫ്ലവർ വേസിലുമൊക്കെയായിരുന്നു പ്രീതി രേഖകൾ സൂക്ഷിച്ചു വച്ചിരുന്നത്. എന്നാൽ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും പോലീസിന് പണം കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. സീനിയർ CPO PJ ഫ്രാൻസിസ്, മുഹമ്മദ് റഫീഖ്, ബിനു കുമാർ, CPO അനന്തകൃഷ്ണൻ എന്നിവർ ചേർന്നായിരുന്നു തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ദേശീയപാത 17ൽ അളവെടുപ്പ് വ്യാഴാഴ്ചയും നടന്നു. തടയാൻ ശ്രമിച്ച 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശികളായ ലൈജു, KS ബിനോജ്, NB സത്യൻ, VB സാജു, PM സലീം, മഹിബാൽ എന്നിവരെയാണ് വലപ്പാട് CIയും സംഘവും അറസ്റ്റ് ചെയ്തത്. രാവിലെ അളവിന് മുന്നോടിയായി TL സന്തോഷ്, AG ധർമ്മരത്നം, ജിജേഷ്, സതീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാവിലെ തളിക്കുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച അളവെടുപ്പ് വ്യാഴാഴ്ച എങ്ങടിയൂർ പഞ്ചായത്തിൽ സമാപിച്ചു. ദേശീയപാത 17ലെ ഭൂമി അളക്കൽ നടപടിയിൽ സർവകക്ഷി യോഗത്തിൽ നേരത്തെ ഉണ്ടാക്കിയ തീരുമാനത്തിൽ നിന്നും യാതൊരു തരത്തിലും വ്യതിചലിക്കുകയില്ലെന്ന് ജില്ലാ കളക്ടർ. CPIM നാട്ടിക കൊടുങ്ങല്ലൂർ ഏരിയ നേതൃത്വത്തിനും CPI കയ്പമംഗലം മണ്ഡലം നേതൃത്വത്തിനും കളക്ടർ ഉറപ്പ് നൽകിയതായി നേതാക്കൾ അറിയിച്ചു. തീരുമാനത്തിൽ നിന്നും ഭരണാധികാരികൾ വ്യതിചലിക്കുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. CPIMന്റെ നേതൃത്വത്തിൽ നേരത്തെ ഉണ്ടാക്കിയ പഞ്ചായത്ത് തല ആക്ഷൻ കൌൺസിലുകൾ LDFുമായി യോജിപ്പിക്കുമെന്നും അടുത്ത ദിവസങ്ങളിൽ അളവ് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനു വേണ്ടി സഹായ സമിതി രൂപീകരിക്കുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. നേരത്തെ നടത്തിയ സർവകക്ഷി യോഗത്തിൽ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നാട്ടുനടപ്പ് വില നൽകുമെന്നും 3 സെന്റിൽ താഴെ ബാലൻസ് ഭൂമി വരുന്ന താമസക്കാർക്ക് 3 കിലോമീറ്ററിനുള്ളിൽ 3 സെന്റ് ഭൂമി നഷ്ടപരിഹാരത്തിന് പുറമെ സർക്കാർ നൽകും. ഏറ്റെടുത്തതിനു ശേഷം 1 സെന്റിൽ താഴെ വരുന്ന ഭൂമികൾക്ക് ഇൻജൂറിയസ് എഫക്ട് എന്ന പേരിൽ നഷ്ടപരിഹാരം അധികമായി നൽകും. ഭൂമിയിലുള്ള കെട്ടിടങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പ് വില പ്രകാരം കാലപ്പഴക്കം പരിഗണിക്കാതെ ഉയർന്ന തുക നൽകും. കടകൾ നടത്തുന്നവർക്ക് നഷ്ടപരിഹാരം, ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് 6 മാസത്തെ ശമ്പളം, ഭൂമിയും ഉപജീവനം നഷ്ടപ്പെടുന്നവർക്കും പ്രത്യേക പാക്കേജ്, വീട് നഷ്ടപ്പെടുന്നവർക്ക് പുതിയ വീട് കണ്ടെത്തുന്നതിന് 6 മാസത്തെ വാടക അടക്കം കൊടുക്കും എന്നായിരുന്നു സർവകക്ഷി യോഗ തീരുമാനം. ഈ തീരുമാനത്തിൽ നിന്ന് യാതൊരു കാരണവശാലും വ്യതിചലിക്കില്ലെന്ന് ജില്ലാ കളക്ടർ LDF നേതാക്കളായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, PM അഹമ്മദ്, PK ചന്ദ്രശേഖരൻ, ET ടൈസൺ, KV പീതാംബരൻ, KS മുഹമ്മദ്, EK സിദ്ധാർത്ഥൻ, അഡ്വക്കേറ്റ് PR കണ്ണൻ എന്നിവർക്ക് ഉറപ്പു നൽകി. കയ്പമംഗലം ഗ്രാമലക്ഷ്മി മരണാനന്തര സഹായ സമിതിയുടെ പ്രസിഡന്റ് MV പ്രകാശന്റെ നിര്യാണത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. PM നൂറുദ്ദീൻ അധ്യക്ഷനായി. MV ദാമോദരൻ മാസ്റ്റർ, KK അരവിന്ദൻ, MN ശിവൻ, KU സുബ്രഹ്മണ്യൻ മാസ്റ്റർ, MD സുരേഷ് മാസ്റ്റർ, AV സുരേഷ്, താര ഷാജി എന്നിവർ സംസാരിച്ചു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് കയ്പമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ R വിജയൻ ക്ലാസ് എടുത്തു. PM നൂറുദ്ദീൻ അധ്യക്ഷനായി. അവരുപയോഗിച്ച മൂക്കിയതും മറ്റുള്ളതായ കാര്യങ്ങളെല്ലാം തന്നെ ആ തുണികളെല്ലാം തന്നെ ഡെറ്റോൾ ഒഴിച്ച തിളപ്പിച്ച വെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ചിട്ട് നന്നായി മുക്കിയിട്ടെടുത്ത് മറ്റേ ഉണങ്ങാനിടുക. അപ്പോൾ ആ മറ്റേതൊന്നും പകരില്ല. അതുപോലെ ബെഡ്ഷീറ്റ് ദിവസവും എടുത്ത് മാറ്റുക. കിടക്കുന്ന ബെഡ്ഷീറ്റ് ദിവസം എടുത്ത് മാറ്റിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത്. അപ്പോൾ ഏറ്റവും ശുചിത്വ പ്രവർത്തനങ്ങളാണ് കൃത്യമായി നടത്തുകയാണെങ്കിൽ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരാണ്ട് നോക്കാൻ പറ്റും.
പിന്നെ രോഗി കിടക്കുന്ന റൂമിൽ പിന്നെയും മറ്റു കുറച്ചുകൂടെ സംവിധാനങ്ങൾ ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ചെയ്യാൻ കൂട്ടാക്കിയെന്ന് വരില്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ കേരള വ്യാപാരി വ്യവസായി സമിതി മതിലകം യൂണിറ്റിന്റെ 9ാം വാർഷികം സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മതിലകം യൂണിറ്റ് 9ാം വാർഷികമാണ് ഇവിടെ ആചരിക്കുന്നത്. മിക്ക വാർഷികത്തിലും ഞാനിവിടെ കൃത്യമായി പങ്കെടുക്കാറുണ്ട്. കൃത്യമായി ഇത് സംഘടിപ്പിക്കുകയും അതോടൊപ്പം നിർദ്ധരായ പാവങ്ങൾക്ക് ബേബി കുര്യാപ്പുള്ളി അധ്യക്ഷനായി. വിജയലക്ഷ്മി ബാലകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. ജോസ് തെക്കേത്തല, കെ.എസ്. മുഹമ്മദ്, ഇ.ജി. സുരേന്ദ്രൻ, ബിന്ദു സന്തോഷ്, ബുഷറ അസീസ്, ഒ.എ. ജെൻട്രിൻ, രമണി സുരേഷ്, യു.കെ. മജീദ്, കെ.എം. ബഷീർ, എം.വൈ. മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.